കഴിഞ്ഞ ദിവസം സ്മൃതി മെഡിറ്റേഷൻ വന്ന ഒരു കുട്ടിയുടെ അനുഭവമാണ്. ആ കുട്ടി ഈ അടുത്തിറങ്ങിയ ഒരു മലയാള സിനിമ, അതിലൊരു പെർട്ടിക്കുലർ സീൻ, പെട്ടെന്ന് ഒരാൾ കുഴിയിലേക്ക് വീണു പോകുന്ന ഒരു സീൻ കണ്ടതിന് ശേഷം ആ കുട്ടിക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഉറക്കത്തിൽ ഇതേപോലെ കുഴിയിലേക്ക് വീഴുന്നത് സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുക, ഉണർന്നിരിക്കെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരാരോ കുഴിയിലേക്ക് വീഴുന്നത് പോലുള്ള തോന്നലുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാവുക തുടങ്ങി കുറച്ച് ബുദ്ധിമുട്ടുകൾ. അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വയനാട് ദുരന്തത്തിന്റെ കാഴ്ചകളും കൂടി ആ കുട്ടി കാണാനിടയാവുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പെട്ടെന്ന് ട്രിഗർ ചെയ്യിക്കാനുണ്ടായത്. അതിനൊരു സൊല്യൂഷൻ എന്ന നിലയ്ക്കാണ് അവര് സ്മൃതി മെഡിറ്റേഷന് വേണ്ടി കുഴിയിൽ വരുന്നത്. പറയാൻ ഉദ്ദേശിച്ച കാര്യം, തുടർച്ചയായിട്ട് കാണുന്ന ഇത്തരം ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ നമ്മളുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് പറയാനാണ്. നമ്മുടെ ഇടയിൽ പലതരത്തിലുള്ള മെന്റൽ ട്രോമയിലൂടെ കടന്നുപോയവരുണ്ടായിരിക്കാം, ആങ്സൈറ്റി പോലുള്ള ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് സാധ്യത കൂടുതലുള്ളവരുണ്ടായിരിക്കാം, മെന്റലി നല്ല ഹെൽത്തി ആയവരും ഉണ്ടായിരിക്കാം. പക്ഷെ തുടർച്ചയായിട്ട് ഇത്തരം സങ്കടത്തിന്റെ കാഴ്ചകൾ കാണുമ്പോൾ അത് നമ്മളുടെ മനസ്സിനെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഇത്തരം കാഴ്ചകളിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾക്ക് മുന്നിൽ ഇത്തരം വാർത്തകൾ എത്രത്തോളം കാണിക്കണം എന്നതിനെ കുറിച്ച് പാരന്റ്സ് കൃത്യമായി അവെയർ ആയിരിക്കണം.